ഹായ്, വീട് സ്ഥലവും കണ്ടിട്ട് പെണ്ണ് നല്ല സുന്ദരിയാന്ന് തോന്നണേ അല്ലേ? വീണ നാളെ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. ഏത് വീണ എന്ന് പറഞ്ഞു തരണ്ടല്ലോ, ടി വീണ. ആരോഗ്യ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ ഇഡിക്ക് ഇമെയിൽ അയച്ചു. വൈറൽ പനി ആയതിനാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല എന്നാണ് വീണ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊരു മലമ്പൻ ഷിറ്റ് ഫീവർ. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. എങ്ങാനും ചോദ്യം ചെയ്യലിന് ഹാജരായാൽ പിന്നീട് അടുത്തത് ശനി ഞായർ ഒരു അറസ്റ്റിലേക്കൊക്കെ നീങ്ങിയാൽ പിന്നെ ജാമ്യത്തിന് ശ്രമിക്കാൻ ദിവസങ്ങൾ ബാക്കിയുണ്ട് എന്നതുകൊണ്ടായിരിക്കുമോ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ ഒരു മെയിൽ അയച്ചിരിക്കുന്നത്? നിയമോപദേശം അങ്ങനെ കിട്ടിയിട്ടുണ്ടാകുമായിരിക്കും അല്ലേ? പോ സാറേ, കളിയാക്കാതെ. ഇതൊക്കെ ഒരു രസത്തിന് വേണ്ടി പറയുന്നതല്ലേ. ഈ രീതിയിൽ ഞാൻ ചിന്തിച്ചിരുന്നില്ല സാറേ. സമയമുണ്ടല്ലോ, പോയിരുന്നു ചിന്തിച്ചോളൂ. ഓ, ഗുഡ് മോർണിംഗ് മോത്തി. പിണറായി വിജയന്റെ മകൾ ടി വീണ നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാവേണ്ടതായിരുന്നു. അവർ ഹാജരാകുമെന്നാണ് ഇഡി കരുതുകയും ചെയ്തത്. പക്ഷേ ഇന്നലെയാണ് അവരുടെ ഇമെയിൽ സന്ദേശം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത്. നാളെ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണം. അവർക്ക് വൈറൽ പനി ബാധിച്ചിരിക്കുകയാണ്, അത് മാറിയിട്ടില്ല. അതുകൊണ്ട് നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കി നൽകണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റൊരു തീയതിയിലേക്ക് സമൻസ് അയക്കാനുള്ള നീക്കങ്ങളായിരിക്കും ഇനി സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. ആദ്യ സമൻസാണ് ഇപ്പോൾ ടി വീണയ്ക്ക് നൽകിയിരിക്കുന്നത്. ആ സമൻസിലാണ് അവർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് നാളെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ